ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ നോമ്പുകാലം വിശ്വാസത്തിൻ്റെ ശക്തീകരണത്തിലൂടെ സാധ്യമാകുന്ന സൗഖ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പക്ഷവാത രോഗിക്ക് യേശു നൽകുന്ന സൗഖ്യത്തിൽ അവനെ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചും അവ എപ്രകാരം അവൻ്റെ സൗഖ്യത്തിന് സഹായകരമായി എന്നുമാണ്. 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. രോഗിയുടെ വിശ്വാസത്തോടൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസത്തിനും ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട്. ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? 3 കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാം. ആദ്യമായി, പ്രതിസന്ധികളെ അതിജീവിക്കുന്ന വിശ്വാസം. ഈ 4 പേരുടെ മുമ്പിൽ ഏറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. രോഗിയെ ചുമക്കണം, ഇടമില്ലാത്തവണ്ണം കൂടി വന്നിരിക്കുന്ന പുരുഷാരത്തെ മറികടക്കണം, വീടിൻ്റെ മേൽക്കൂര പൊളിക്കാൻ അനുമതി വാങ്ങണം, മേൽക്കൂര പൊളിക്കണം, ഇങ്ങനെ ഏറെ പ്രതിസന്ധികൾ. ഈ പ്രതിസന്ധികളെ അവർ അതിജീവിച്ചത് വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ഏറ്റെടുക്കലിൻ്റെയും അതിജീവനത്തിൻ്റെയും കരുത്ത് പകരുന്ന വിശ്വാസം നമ്മിലുണ്ടാകട്ടെ. 2-ാമത്തെ പ്രത്യേകത, പ്രവൃത്തികളിൽ പ്രതിഫലിക്കുന്ന വിശ്വാസം. വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോഴാണ് ഫലദായകമാകുന്നത്. പ്രതിസന്ധിയിൽ തളരാതെ രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇവർ ഏറെ പ്രവൃത്തികൾ ചെയ്തു. അവരനെ ചുമക്കുവാനും ലാഭേച്ഛ കൂടാതെ അധ്വാനിക്കുവാനും അവർ തയ്യാറായി. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണ് എന്ന് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നു. വിശ്വാസം പ്രവൃത്തിയിൽ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. 3-ാമതായി, പ്രത്യാശ പ്രദാനം ചെയ്യുന്ന വിശ്വാസം. പ്രതിസന്ധികളെ അതിജീവിക്കുവാനും പ്രവൃത്തി ചെയ്യുവാനും ഇവരെ പ്രേരിപ്പിച്ചത് യേശുവിലുള്ള പ്രത്യാശയാണ്. രോഗിയെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചാൽ അവൻ സൗഖ്യം കൊടുക്കും, രോഗിക്ക് സൗഖ്യം കിട്ടും എന്നതായ വലിയ പ്രത്യാശ. ഈ പ്രത്യാശ അവർ രോഗിയിലേക്കും പകർന്നു കാണും. തളർന്നവരെ ചേർത്ത് നിർത്തുന്ന, കരങ്ങളിൽ വഹിക്കുന്ന, ഉണർവ് പകരുന്ന പ്രത്യാശ. പ്രത്യാശ നഷ്ടപ്പെടാവുന്ന ജീവിത സാഹചര്യത്തിൽ വിശ്വാസത്തിൻ്റെ കരുത്ത് പകർന്ന് സാന്നിധ്യമാക്കാൻ നമുക്ക് കഴിയട്ടെ. പ്രതിസന്ധികളിൽ തളരാതെ വിശ്വാസവും പ്രവൃത്തിയും പ്രത്യാശയും കൈമുതലായി സൗഖ്യദായക ശുശ്രൂഷ ചെയ്ത അനേകം വ്യക്തികളെ നമുക്കറിയാം. ആധുനിക നേഴ്സിംഗ് ശാഖയ്ക്ക് തുടക്കം കുറിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേൽ, കുഷ്ഠരോഗികളുടെ സൗഖ്യത്തിനായി പ്രവർത്തിച്ച ഫാദർ ഡമീനിയൻ, ഇവരെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം സ്ഥിരപ്പെടുന്നതിനും സൗഖ്യദായക ശുശ്രൂഷ പകർന്നു നൽകുവാനും സൗഖ്യമുള്ളവരാകുവാനും ദൈവം നമ്മെ ഇടയാക്കട്ടെ. ത്രിയേക ദൈവം അതിന് നമ്മെ ബലപ്പെടുത്തട്ടെ.